ഈ ജോലിയിലുള്ള ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ഏകദേശം 100% പേർക്ക് ഹൈപ്പർ ടെൻഷൻ. ഒരു കൺട്രോളറുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ്പീരിയൻസ് ആണ്. അപ്പം മിനിമം 10 കൊല്ലം സർവീസുള്ളവരെ ആ പോസ്റ്റിലേക്ക് പരിഗണിക്കും. നമ്മൾ ബാക്കി നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡാണ്. നമ്മുടെ മനസ്സിൽ ഇത് മാത്രമായിരിക്കും. ഈ വണ്ടികളുടെ നമ്പറുകൾ, അതുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മൾ കുറേ എൻജിനുകൾ, കുറേ വാഗൺ, കുറേ വണ്ടികൾ, കുറേ ഡ്രൈവർമാർ, ഗാർഡുമാർ, ഇത് ഇങ്ങനെ വിചിത്രമായൊരു ലോകത്തിലും അത് മാത്രം ചിന്തിക്കുന്ന ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിയിലേക്ക് അധികം സമയമില്ല. പെട്ടെന്ന് ഒന്ന് ബാത്റൂം പോകണം. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറെ ആരെങ്കിലും വിളിച്ച് അയാളെ ഇരുത്തിയിട്ട് വേണം പോയാലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. വണ്ടി പോകുമ്പോൾ 2 സൈഡിലായിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്ററും ഇപ്പുറത്ത് വേറൊരാളും ഇങ്ങനെ കൊടി പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ സിഗ്നൽ കൊടുത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. ഗേറ്റിലുള്ളവരെല്ലാം അവർ വെറുതെ നിൽക്കുകയല്ല, അവർ ഈ പോകുന്ന വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആക്സിഡൻറ്റ് നടന്നാൽ അവിടേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ സ്പെഷ്യലും മെഡിക്കൽ റിലീഫ് വാനും പോകണം. മെഡിക്കൽ റിലീഫ് വാനാണ് ആദ്യം പോകേണ്ടത്. അത് പുറപ്പെട്ടാൽ ആക്സിഡൻറ്റ് സ്പോട്ട് വരെ എവിടെയും നിർത്താതെ പോകണം. ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ പത്രവാർത്തകളിൽ സ്ഥിരമായിട്ട് നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്. ഇത്ര മണി കഴിഞ്ഞ് 4 മണിക്കൂർ നേരത്തേക്ക് ഇന്ന ഭാഗത്തേക്ക് വണ്ടിയില്ല, വലിയ അനീതിയാണ്, സ്വാഭാവികമാണ്. അപ്പോൾ ഈ 4 മണിക്കൂർ നേരത്തേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസ് ബ്ലോക്ക് എന്ന് പറയും. ഒരു സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഇന്ന വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ വിളിക്കണ ആരാന്ന് മനസ്സിലാകുന്ന ഒരു ഇത്. ആദ്യ കാലത്ത് അത് അറിയാത്തൊരു സമയത്താണ് ബോംബ് സ്കെയർ നിറയെ. ആദ്യമൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വണ്ടി മിസ്സാകാതെ അതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു വെറുതെ വിളിച്ച് പറഞ്ഞായിരിക്കും പലരും. ഞാൻ കൺട്രോളറായിട്ട് വന്നതിന് ശേഷം ഞാൻ ട്രെയിനിങ്ങിന് പോകും. ആദ്യം ഒരു ഓൺ ജോബ് ട്രെയിനിങ് എടുത്ത് ഡ്യൂട്ടി എടുത്തു. ഒരു 1-2 മാസം നേരിട്ട് ഈ ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയും. നമ്മൾ മറ്റൊരാളുടെ കൂടെ ഇരുന്ന് ഈ വർക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡ്യൂട്ടി എടുത്തു. പക്ഷേ ഫോർമൽ ട്രെയിനിങ് വേറെയുണ്ട്. കൺട്രോളറുടെ ട്രെയിനിങ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്. അത് തിരുച്ചിറപ്പള്ളിയിലെ സോണൽ ട്രെയിനിങ് സ്കൂളിലാണ് ട്രെയിനിങ്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ റെയിൽവേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൺട്രോളർ അറിഞ്ഞിരിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ നമ്മളിത് കോർഡിനേറ്റ് ചെയ്യണമല്ലോ. റെയിൽവേയിലെ തന്നെ കൊമേഴ്ഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസിനെ പറ്റി, റെയിൽവേയുടെ ഒരുവിധ എല്ലാ വിഭാഗങ്ങളെ പറ്റിയും അറിഞ്ഞിരിക്കണം, ഒരു മിനിമം ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം തീരുമാനിക്കും. പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് അതിനെപ്പറ്റി. അത് ആ ട്രെയിനിങ്ങൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കുറേ കൂടെ നമ്മൾ തറമാവും. പിന്നെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കൺട്രോളറുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ്പീരിയൻസ് ആണ്. അപ്പം മിനിമം 10 കൊല്ലം സർവീസുള്ളവരെ ആ പോസ്റ്റിലേക്ക് പരിഗണിക്കും. അത് ഇതിന് വേണ്ടിയിട്ടാണ്, എക്സ്പീരിയൻസിൻ്റെ ഒരു. നമുക്കൊരു സ്റ്റേഷനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആ സ്റ്റേഷൻ്റെ ഒരു ലേ ഔട്ട് കാണാൻ പറ്റും. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്വഭാവം. ഞങ്ങളെ സംബന്ധിച്ച് ഈ ട്രാക്കുകൾ എങ്ങനെയാണ്, എത്ര ലൈനുണ്ട്, ഓരോ ലൈനിലും ഉള്ള ലെങ്ത് എത്രയാണ്, അത്തരം എത്ര പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഗ്രേഡിയൻ്റ് എന്ന് പറയും. ചില സ്റ്റേഷൻസ് കുറച്ചൊരു ഇതുണ്ടാവും, ഇറക്കവും കയറ്റവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയണം. അപ്പോൾ നമുക്ക് ചില സ്റ്റേഷനിൽ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ലെങ്ത്തുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാവില്ല, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഇതെല്ലാം പരിഗണിച്ചിട്ടായിരിക്കും എടുക്കുന്നത്. പിന്നെ എൻജിനുകളെ പറ്റി അറിയണം. പലതരത്തിൽ ഉള്ള എൻജിൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ജോലിക്ക് ചേർന്ന സമയത്ത് ഡീസൽ എൻജിൻസും ഇലക്ട്രിക് എൻജിൻസും ഉണ്ട്, സ്റ്റീം എൻജിൻസ് ഇല്ല. ഞാൻ റെയിൽവേ ചേരുമ്പോൾ ഉണ്ട്, ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ സ്റ്റീം അങ്ങ് അപ്രത്യക്ഷമായി.
ഡീസൽ എൻജിനും ഇലക്ട്രിക് എൻജിനും ഉള്ളൊരു കാലത്താണ് ഞാൻ ചേരുന്നത്. ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴേക്കും ഡീസൽ എൻജിൻസ് പരമാവധി കുറഞ്ഞു, ഇലക്ട്രിക് എൻജിൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു എൻജിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ എത്ര ഹോഴ്സ് പവറാണ്, എത്ര ടൺ അതിന് ഹോൾ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫ്യുവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്. അപ്പോൾ കൺട്രോളർ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം അറിഞ്ഞിരിക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മൾക്ക് തന്നെ അറിയണം. അപ്പോൾ പലതരത്തിലുള്ള എൻജിനുണ്ട്. അപ്പോൾ എൻജിൻ്റെ ഒരു നമ്പർ പറയുമ്പോൾ നമുക്കത് ഏത് ക്ലാസ് എൻജിനാണ് മനസ്സിലാക്കാം. ചില എൻജിൻ നമ്മൾ എക്സ്പ്രസ് വണ്ടികൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും, ചിലത് ഗുഡ്സിനായിരിക്കും. ഗുഡ്സിന് ഉപയോഗിക്കുന്ന എൻജിനുകൾ കൂടുതൽ ഭാരം കൊണ്ടുപോകാൻ പറ്റുന്നത് അങ്ങനത്തെ ഇതായിരിക്കും. എക്സ്പ്രസ്സുകൾക്ക് കൂടുതൽ വേഗതയിൽ പോകാൻ പറ്റുന്നത്. രണ്ടും രണ്ട് തരം എൻജിന്. ഇപ്പോൾ ഒരു ഡീസൽ എൻജിന് ആ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 10 വർഷം കഴിഞ്ഞു. പക്ഷെ ഇപ്പം മാറ്റം അധികം ഡീസലിനുണ്ടാവാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഡീസലിനെ ഒഴിവാക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അന്ന് അതിൻ്റെ ഫ്യുവൽ ഓയിൽ ടാങ്ക്, ഫ്യുവൽ ഓയിൽ എന്നാണ് പറയുക, അതിൻ്റെ 5000 ലിറ്റർ കപ്പാസിറ്റിയാണ്. അതിൻ്റെ ഒരു റിസർവ് എന്ന് പറയുന്നത് 1000 ലിറ്ററാണ്. അപ്പോൾ നമ്മുടെ ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതുമായിട്ട് അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പം ഇവിടുന്ന് ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു എക്സ്പ്രസ് ട്രെയിൻ പോകണമെങ്കിൽ ഏകദേശം ഒരു 2000 ലിറ്ററോളം ഓയിൽ വേണം. അപ്പോൾ അതേപോലെ ഈ എല്ലാ സ്ഥലത്തുനിന്നും ഇത് നിറയ്ക്കാനും പറ്റില്ല. ഇപ്പോൾ ഫ്യുവലിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എണ്ണ കൊണ്ടുപോകുന്ന വണ്ടിയായിരിക്കും, അതിൻ്റെ എൻജിനിലേക്ക് എണ്ണ അത് നിറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ചില സ്ഥലങ്ങളുണ്ട്, അവിടെ മാത്രമേ അതിനുള്ള സംവിധാനം ഉണ്ട്. അവിടെ ഇപ്പം എറണാകുളത്തുണ്ട്, പാലക്കാടുണ്ട്, അങ്ങനത്തെ ഓരോ പോയിന്റുകളിലാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇത് എപ്പോഴും ഫുള്ളായിട്ട് നിറച്ചേ പോവുള്ളൂ. ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെന്നത് പറ്റിയില്ലെങ്കിലും. അപ്പം ഇതിൽ എത്ര ബാലൻസ് ഉണ്ട്, അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഇത് പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ചില സെക്ഷനിൽ ഇത്ര ടൺ ലോഡേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ അതിന് കൂടാം കുറയാം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഓരോ സെക്ഷൻ്റെയും സ്പീഡ്, മാക്സിമം പെർമിസിബിൾ സ്പീഡ്, ആ സെക്ഷനിൽ ഓടാവുന്ന പരമാവധി സ്പീഡ് എത്രയാണ്, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ പ്രദേശത്താണെങ്കിലും ചിലയിടങ്ങളിൽ സ്പീഡിനൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് 80 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഓടിക്കുന്നതെങ്കിലും അവിടെ വരുമ്പോൾ ആ സ്പീഡിലേ പോകാം. അപ്പോൾ അതിൻ്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ ട്രാക്കിൻ്റെ ഒരു പരമാവധി സ്പീഡ് ഉണ്ടാവും, എൻജിൻ്റെ പരമാവധി സ്പീഡ് ഉണ്ടാവും, ബോഗികളുടെ പരമാവധി. ഇതിൽ വിച്ച് എവർ ഈസ് ലെസ് അതാണ് ഓടാൻ പറ്റുന്നത്. ഇപ്പം ട്രാക്കിൽ 80 പോകാൻ പറ്റുള്ളെങ്കിൽ അതിൽ നമ്മളൊരു 160 കിലോമീറ്ററിൽ പോകാവുന്ന എൻജിൻ കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതേപോലെ തന്നെ ഒരു 140 കിലോമീറ്ററിൽ ഓടിക്കാവുന്ന റൈക്ക് കൊണ്ടുവന്നാലും ഇവിടെ എത്തുമ്പോൾ അത് 80 ഓടിക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും എത്ര വേഗതയിൽ പോവാം. അതുപോലെ ഇലക്ട്രിഫൈ ചെയ്ത സ്ഥലങ്ങൾ എവിടേക്കാണ് ഗേറ്റുകളുള്ളത്. ഇപ്പോൾ സ്റ്റേഷനുകൾക്കിടയിൽ ഗേറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇന്ന സ്റ്റേഷനുകൾക്കിടയിൽ എവിടെയൊക്കെയാണ് ഗേറ്റ് ഉള്ളത്. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതെല്ലാം നമ്മുടെ ഡിസിഷനെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ തീരുമാനം എടുക്കുന്നത് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ്. പക്ഷേ അത് വളരെ സ്പ്ലിറ്റ് സെക്കൻഡിൽ നമ്മൾ ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. ആ ഡിസിഷൻ വേണമെങ്കിൽ ഒരു 3-4 പേർക്ക് ഇരുന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ലൊരു തീരുമാനത്തിലെത്താം. പക്ഷേ ഇത് ഓടിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. അപ്പോഴാണ് അടുത്ത ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നം ഉണ്ടാവും. വെറുതെ ഇത് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ക്രോസിങ് ആൻഡ് അതുപോലെ പ്രസിഡൻസ് എന്ന് പറയും. ഒരു വേഗത കുറഞ്ഞ വണ്ടി നിർത്തി വേഗത കൂടിയ വണ്ടി കയറ്റി വിടും. ഒരു പാസഞ്ചർ ട്രെയിൻ
മുമ്പിൽ പോകണ്ടെങ്കിൽ നിർത്തിയതാ വന്ദേ ഭാരതിൻ്റെ പുറകിൽ വിടാം എന്ന് പറഞ്ഞ് നിർത്തുന്ന അതിന് പ്രസിഡൻസ് എന്നാണ്. ക്രോസ് ചെയ്യുന്ന സിംഗിൾ ലൈനിലാണ്. ഡബിൾ ലൈന് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലാതെ കണ്ടും മറ്റ് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇപ്പോൾ ട്രാക്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്നുള്ളൊരു വിവരം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ബോംബ് ഭീഷണിയെ പറ്റിയിട്ട് വിവരം കിട്ടുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പം അതൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ക്വിക്കായിട്ട് ആക്ട് ചെയ്യണം. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ഒരു ഗേറ്റിൽ നിൽക്കുന്ന ഗേറ്റ് കീപ്പർ അതിൻ്റെ ഒരു വീലിൻ്റെ ആക്സിൽ ഇങ്ങനെ ആക്സിലിന് വലിയ പ്രോബ്ലം വരുന്നൊരു സ്ഥലം ഇരുമ്പിൻ്റെ. അപ്പോൾ അതിന് ഹോട്ട് ആക്സിൽ എന്നാണ്. ഹോട്ട് ആക്സിലാണെന്ന് ഞങ്ങളോട് വിളിച്ച് പറയും. ഹോട്ട് ആക്സിൽ എന്ന് പറഞ്ഞാൽ ഇതിലെന്തെങ്കിലും ചെറിയ ക്രാക്കോ അല്ലെങ്കിൽ നേരിയ ഫ്രിക്ഷനോ വന്നു കഴിഞ്ഞുള്ള പോസിബിലിറ്റി വന്നാൽ ഇത് കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ അതങ്ങ് ചൂടാവും. ചൂടായിട്ട് അതങ്ങനെ ഒരു റെഡിഷ് കളറാവും, പിന്നെ ഉരുകും, ആക്സിൽ ഒടിഞ്ഞ് വണ്ടി മറിയും. അപ്പോൾ ആദ്യം അതിനൊരു വിസിലിംഗ് സൗണ്ട് വരും. അപ്പോൾ ഈ വണ്ടി പോകുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്ററും ഇപ്പുറത്ത് വേറൊരാളും ഇങ്ങനെ കൊടി പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ സിഗ്നൽ കൊടുത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട്. ഗേറ്റിലുള്ളവരെല്ലാം അവർ വെറുതെ നിൽക്കുകയല്ല, അവർ ഈ പോകുന്ന വണ്ടിയിലേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം നോക്കി നിൽക്കേണ്ട കാര്യം ഒന്ന്, ഈ ആക്സൽ അതുപോലെ സ്പ്രിങ്ങുകളുണ്ട്, അതെന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടോ. ഇന്നിപ്പോൾ അങ്ങനത്തെ സ്പ്രിങ് അല്ല ഉപയോഗിക്കും. പണ്ടിങ്ങനെ ഒരു ലീഫ് സ്പ്രിങ് ആയിരുന്നു, ഇപ്പം അത് മാറിയിട്ട് കോയിൽ ടൈപ്പ് സ്പ്രിങ്, പൊട്ടാനുള്ള സാധ്യത കുറവാണ്. മുമ്പ് ഈ ഓയിൽ ടാങ്കിൻ്റെയൊക്കെ ഒരു മൂന്നാമത്തെ ലീഫ് പൊട്ടി, അപ്പോൾ അത് എപ്പോൾ വേണമെങ്കിൽ ഡിറൈലാവാം. അപ്പം അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഈ വണ്ടി നിർത്തിയിട്ട് ഏത് വാഗണിനാണോ ഈ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് അഴിച്ച് മാറ്റി വെച്ചോ അല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാവുന്നതാണെങ്കിൽ ചെയ്തോ ഒക്കെയാണ് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട ഡിസിഷനായിരിക്കും. അപ്പം പക്ഷേ ഈ ഭാരതപ്പുഴ ഇങ്ങനെ കിടന്ന് ഷൊർണൂരിൽ പാസ് ചെയ്യുമ്പോഴായിരിക്കും ആ ക്യാബിൽ നിന്ന് നമ്മളോട് പറയുന്നത്, അതായത് ഈ പോകുന്ന ഓയിൽ ടാങ്ക് ട്രെയിനിൽ 37ാമത്തെ വണ്ടിക്ക് ഹോട്ട് ആക്സിലുണ്ട് എന്ന് സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ച് പറഞ്ഞാൽ അടുത്ത സ്റ്റേഷനായിട്ടുള്ള മാന്നന്നൂരിൽ നിർത്തണം. അപ്പോൾ അവിടുന്ന് ഈ മാന്നന്നൂരിലേക്ക് എത്താൻ ഹാർഡ്ലി 5 മിനിറ്റ്സേ വേണ്ടു. ഇയാളിത് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ മറ്റേയാളോട് പറഞ്ഞ് ചിലപ്പോൾ ത്രൂ സിഗ്നൽ കൊടുത്ത വണ്ടിയായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും ത്രൂ പോകാൻ പറഞ്ഞത്. അപ്പോൾ ആ സ്റ്റേഷനാണെങ്കിൽ അവിടുത്തെ ഒരു ലൈനിൽ അന്ന് ഒരു വലിയ ഓയിൽ ടാങ്ക് ട്രെയിൻ മുഴുവൻ നിൽക്കില്ല, നീളം കൂടുതൽ. അപ്പം നിൽക്കാതെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അത് നിർത്തി കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്കും കടന്നു പോകാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ 6 മണിക്കൂറാണ് കൺട്രോളറുടെ ഡ്യൂട്ടി. ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ 6 മണിക്കൂർ സമയമാണ്. അരമണിക്കൂർ മുമ്പേ നമ്മൾ ജോയിൻ ചെയ്യണം, അരമണിക്കൂർ കഴിഞ്ഞ് പോരാൻ പറ്റുള്ളൂ. കൺട്രോളേഴ്സിന് നോർമലി ഡ്യൂട്ടി കാലത്ത് 6 മണി മുതൽ 12 മണി വരെ, 12 മുതൽ 6 വരെ വൈകിട്ട്, പിന്നെ വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 12 മണി വരെ, 12 മണിക്ക് കയറിയിട്ട് കാലത്ത് 6 മണി വരെ, അങ്ങനെ 4 ഷിഫ്റ്റ് ഒക്കെ അരമണിക്കൂർ 2 സൈഡിലും ഉണ്ടാകും. അപ്പം ഈ ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞ ഈ 6 മണിക്കൂറിനിടയിൽ സംഭവ ബഹുലമായിരിക്കും ഓരോ ഡ്യൂട്ടിയിൽ. അപ്പം നമ്മുടെ ആ ഡ്യൂട്ടി ചെയ്യുന്നൊരു സെക്ഷൻ, അതിനൊരു ബോർഡ് എന്നാണ് പറയുന്നത്. മാംഗ്ലൂരിൽ നിന്ന് ഒരു കാലിക്കറ്റ് വരെ, അപ്പോൾ ഇപ്പോൾ അത് ഷൊർണൂർ വരെയാണ്. അങ്ങനെ തിരുവനന്തപുരത്തു നിന്നാണെങ്കിൽ തിരുവനന്തപുരം ഡിവിഷനിലാണെങ്കിൽ കന്യാകുമാരി മുതൽ കൊല്ലം വരെ, കൊല്ലം മുതൽ എറണാകുളം വരെ, എറണാകുളം മുതൽ ഷൊർണൂർ വരെ 3 പേരായിരിക്കും കൺട്രോളേഴ്സ്. ഇവർക്ക് മുകളിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഉണ്ടാവും, 3 ആളെയും കോർഡിനേറ്റ് ചെയ്യാൻ. അയാൾക്ക് മേലെ ചീഫ് കൺട്രോളർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ. പിന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഒക്കെ നടന്നാൽ വലിയ ഉത്തരവാദിത്വമാണ് കൺട്രോളർ. എന്ന് വെച്ചാൽ കൺട്രോളറാണ് എല്ലാ കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അവിടെ ഇരുന്ന് നമ്മൾക്ക് ഈ ആക്സിഡൻറ്റ് റിലീഫിന് വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാനും സൈറൻ അടിക്കാനും ഒക്കെയുള്ള പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ പാലക്കാടാണ് ഇരിക്കുന്നതെങ്കിലും ഷൊർണൂരിൽ പറഞ്ഞ് സൈറൻ കൊടുക്കാൻ പറ്റും. ഈ സൈറൻ കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ആക്സിഡൻറ്റ് നടന്നാൽ അവിടേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്രേക്ക് ഡൗൺ സ്പെഷ്യലും മെഡിക്കൽ റിലീഫ് വാനും പോകണം.
മെഡിക്കൽ റിലീഫ് വാനാണ് ആദ്യം പോകേണ്ടത്. അത് അതിനൊരു സെറ്റ് സ്റ്റാഫ് ഉണ്ടാവും, അതിന് നോമിനേറ്റ് ചെയ്തവർ. ഓരോ ദിവസവും അവരെ നോമിനേറ്റ് ചെയ്ത് അവർ ഡ്രൈവർ ഉണ്ടാവും, ലോക്കോ പൈലറ്റ്. പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും? അല്ലല്ല, റെയിൽവേ സ്റ്റാഫ്. റെയിൽവേ സ്റ്റാഫ് തന്നെ. ഈ മെഡിക്കൽ റിലീഫ് വാൻ റെയിൽവേയുടെയാണ്, വണ്ടിയാണ്. അതിന് ഉള്ളൊരു എൻജിൻ ഉണ്ടാവും, പിന്നെ ഈ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൂവ് ചെയ്യാവുന്ന അതുമുണ്ട്. പിന്നെ ക്രൈനൊക്കെ ഉള്ളതാണ് ഈ ബ്രേക്ക് ഡൗൺ സ്പെഷ്യൽ. അപ്പം അത് എവിടെയാണ് ആക്സിഡൻറ്റ് നടന്നേക്കുന്നതെങ്കിൽ 25 മിനിറ്റിനുള്ളിൽ അത് പുറപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനൊരു കോഡുണ്ട് വിസിലിൽ. ആ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ റിലീഫ് ട്രെയിൻ ആദ്യം പോകാനാണെങ്കിൽ അതിൻ്റെ ലോക്കോ പൈലറ്റും ഗാർഡും അതിനോട് റിലേറ്റ് ചെയ്ത ബാക്കി ഡോക്ടർ, നഴ്സ്, ബാക്കിയുള്ള സ്റ്റാഫൊക്കെ റിപ്പോർട്ട് ചെയ്യണം. അവരെത്തും. അവരെപ്പോഴും റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അവർ ഇപ്പം ഇന്ന ആൾക്ക് അതാണ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ഇന്ന് MRV ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞാൽ ആ ദിവസം അവർ ഒരേ ആളായിരിക്കില്ല, അതിൽ ഒരേ ദിവസം ആൾ മാറും. അപ്പം ആ സമയത്ത് അവരെ പോയി വിളിക്കാനോ അതിനൊന്നുമുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നു വരില്ല. അപ്പം ഈ സൈറൻ കേട്ടാലും ഉടനെ അവരെത്തുക എന്നുള്ളതാണ്. അപ്പം അത് പുറപ്പെട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ റിലീഫ് ട്രെയിൻ ഉള്ള എല്ലാ സ്ഥലത്തും ഇല്ല. ഷൊർണൂർ അതിൻ്റെ ഒരു പോയിൻ്റാണ്. എറണാകുളത്ത്, ഷൊർണൂർ, മാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അത് പുറപ്പെട്ടാൽ ആക്സിഡൻറ്റ് സ്പോട്ട് വരെ എവിടെയും നിർത്താതെ പോകണം. നമ്മൾ ചിലപ്പോൾ എത്രയും വേഗം ചെന്ന് ഒരു ജീവനെങ്കിലും രക്ഷിക്കാൻ പറ്റിയാൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അത് പോകാൻ വേണ്ടി ബാക്കി വണ്ടികളെല്ലാം നിർത്തണം. പിന്നെ ഈ മെഡിക്കൽ റിലീഫ് കൊണ്ടുപോകലാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അതിനോട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എൻ്റെ പുറകിൽ മറ്റേ ക്രൈൻ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ ലോക്കലായിട്ടുള്ള അതോറിറ്റീസിനെ അറിയിക്കണം. അത് നേരെ അത് ചെയ്യുന്നതൊക്കെ ചീഫ് കൺട്രോളർ ലെവലിലായിരിക്കും ചെയ്യും. ഈ ബോർഡ് ഡ്യൂട്ടിയുള്ള ആളല്ല. ഡിസ്ട്രിക്ട് കളക്ടർ, SP ഇവരെല്ലാവരെയും അറിയിച്ച് അവരുടെ ഭാഗത്തുനിന്ന് മൊബിലൈസ് ചെയ്തു. അത് കുറേ കൂടെ ടോപ്പ് ഒഫീഷ്യൽസ് എല്ലാം അതിൽ ഇടപെടും. അപ്പം നമ്മൾ ഈ വിവരം കിട്ടുന്ന അടുത്ത സെക്കൻഡിൽ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇൻഫർമേഷൻ എത്തിക്കുക, കൂടുതൽ അപകടങ്ങൾ വരാതെ നോക്കുക. ഈ ഡബിൾ ലൈനിൽ ഒരു ലൈനിൽ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് ചെന്ന് വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലേ വരുന്ന വണ്ടികൾ നമ്മൾ നിർത്തണം. അടുത്ത് അഡ്ജസ്റ്റൻ്റ് ലൈനായിരിക്കുമല്ലോ, ഒരു ലൈനിൽ നിന്ന് ഇപ്പുറത്തേക്ക് വിടണമെങ്കിൽ അതിൽ മറ്റൊരു വണ്ടി വന്നിടിക്കാതെ നോക്കാനുള്ള, അങ്ങനെ എന്ന് പറഞ്ഞാൽ വളരെ ടെൻഷനുള്ള ജോലിയാണ്. ഒരു ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇതാണ്. അതിൻ്റെ മറ്റു വണ്ടികളൊക്കെ എവിടെ നിർത്തണം എന്നുള്ള, എന്താ വെച്ചാൽ അത് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ റിലീഫ് വണ്ടികൾക്ക് പോകാൻ പറ്റില്ല. മെഡിക്കലിൽ അത്തരം കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ പോകാൻ സ്ഥലമില്ലാതെയായി പോകരുത്. അപ്പം ഇതൊക്കെയാണ് ഒരു കൺട്രോളർ എന്നുള്ള നിലയ്ക്കുള്ള. അതാണ് ഈ കണ്ട കാലം കൊണ്ട് ഇതിൻ്റെ ഒരു മാപ്പാണ് പഠിച്ചു വെക്കുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുകയും ട്രെയിനിങ്ങിൽ മനസ്സിലാക്കണം, ഒപ്പം ഇരുന്ന് മനസ്സിലാക്കണം. പിന്നെ ഡ്യൂട്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മുഴുവനും ഇത് പഠിപ്പിക്കാൻ പറ്റില്ല. ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ളൊരു ആക്സിഡൻ്റ് ആയിരിക്കും പിന്നീട് സംഭവിക്കുന്നത്. ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പം ഇത് വരുമ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് റെയിൽവേക്ക്, അതിൻ്റെ പ്രൊസീജിയേഴ്സുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിയമത്തിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യണം. പരമാവധി ആളുകളെ സേവ് ചെയ്യാനും വണ്ടികളുടെ ലേറ്റ് ആവുന്നത് കുറയ്ക്കാനും ആളുകളുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ഒക്കെ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പിന്നെ അതേപോലെ റെയിൽവേയുടെ, നമ്മൾ മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, റെയിൽവേയുടെ ഏണിങ്സിൽ വലിയൊരു ശതമാനം ഗുഡ്സ് ട്രാഫിക്കാണ്. അപ്പോൾ മറ്റ് വണ്ടികൾക്കിടയിലൂടെയാണ് ഇത് ഓടിക്കേണ്ടത്. ആ വണ്ടികൾക്ക് അധികം ലേറ്റ് വരാതെ കണ്ട് വളരെ ജുഡീഷ്യസ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെ ഇതിനിടയിൽ കൂടി ഈ വണ്ടികൾ കൂടി ഓടിക്കണം. മറ്റതിനെല്ലാം ഫിക്സഡ് ടൈമിങ്സ് ഉണ്ട്. ഒരു എക്സ്പ്രസ്സിന്, പാസഞ്ചറിനൊക്കെ സമയമുണ്ട്. ഇതിന് അങ്ങനെയല്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഗ്യാപ്പുകൾ അനുസരിച്ചിട്ടാണ്. ഇപ്പം ഇതിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് പബ്ലിക്കിന് അത്ര കണ്ട് മനസ്സിലാകണം എന്നില്ല. ഈ ഗുഡ്സ് ട്രാഫിക്കിൻ്റെ ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ പത്രവാർത്തകളിൽ സ്ഥിരമായിട്ട് നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്.
ഇപ്പം ഇത്ര മണി കഴിഞ്ഞ് 4 മണിക്കൂർ നേരത്തേക്ക് ഇന്ന ഭാഗത്തേക്ക് വണ്ടിയില്ല, ഉം. വലിയ അനീതിയാണ്, സ്വാഭാവികമാണ്. അപ്പോൾ ഈ 4 മണിക്കൂർ നേരത്തേക്ക് ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്ക് മെയിൻ്റനൻസ് ബ്ലോക്ക് എന്ന് പറയും. ഈ 24 മണിക്കൂറും വണ്ടികൾ ഓടുന്നല്ലോ, അതിൽ ഈ ട്രാക്ക് മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. അതും കൺട്രോളറുടെ ഉത്തരവാദിത്തം, മെയിൻ്റനൻസിന് സമയം കൊടുക്കണം. ഈ മെയിൻ്റനൻസിന് റെയിൽവേ ബോർഡിൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് ഒരു ദിവസം 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ടൈം കിട്ടണം. ശരി, 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നല്ലൊരു പ്രദേശത്തും ഇത് കൊടുക്കാനില്ല, നമ്മൾ ഗ്യാപ്പില്ല, ഇല്ല. 4 മണിക്കൂർ ഗ്യാപ്പൊന്നുമില്ല. അപ്പോൾ 2 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്യാപ്പ് കൊടുക്കണം. എന്താ വെച്ചാൽ ട്രാക്ക് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഈ ട്രാക്കിന് മുകളിൽ കൂടെയാണല്ലോ ഇതൊക്കെ പോകുന്നത്. അപ്പം അത് ട്രാക്ക് മാൻ എന്ന് പറയുന്നവരുടെ ഇൻസ്പെക്ഷൻ, അതിന് പുറമെ ഇപ്പോൾ മെക്കനൈസ്ഡ് ആണ് അതിൻ്റെ മെയിൻ്റനൻസ്, മെഷീൻസാണ്. ആ മെഷീൻ കൊണ്ടുവന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ മെഷീൻ ഈ സെക്ഷനിലേക്ക് വിട്ട് അതിൻ്റെ മെയിൻ്റനൻസിന് മിനിമം ഒരു 3-4 മണിക്കൂർ കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഈ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും തന്നെ സമയം കഴിയും. ചിലത് നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നു, വളരെ പ്രധാനപ്പെട്ട മെഷീൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അതിനുള്ള സമയം അത് കൺട്രോളറുടെ ഉത്തരവാദിത്വമാണ്. ഈ സമയം ഇവർക്കിത് കൊടുക്കുക, നമ്മളാണ് പെർമിഷൻ കൊടുക്കുന്നത്. മെയിൻ്റനൻസ് തുടങ്ങുന്നതിന് മുമ്പ് അവർ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും, നമ്മൾ പെർമിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ മെയിൻ്റനൻസ് തുടങ്ങും. മെയിൻ്റനൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വണ്ടി വിടാൻ പാടില്ല. തുടങ്ങാനാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. മെയിൻ്റനൻസിന് അവർ മെയിൻ്റനൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയുന്നത് അവരാണ്. നമ്മളിപ്പോൾ അവർക്ക് 2 hours കൊടുത്തു. ഇപ്പം കാലിക്കറ്റ് വെസ്റ്റിൽ സെക്ഷനിൽ 2 മണിക്കൂർ മെയിൻ്റനൻസ് നമ്മൾ ടൈം കൊടുത്തു. അവർ വർക്ക് തുടങ്ങി, 2 മണിക്കൂറിൽ തീർന്നില്ല. ട്രാക്കിൽ ഇത് ചിലപ്പോൾ പാളം അഴിച്ച് മാറ്റുന്ന കാര്യമായിരിക്കാം, വേറെ എന്തെങ്കിലും വെൽഡ് ചെയ്യുന്നതായിരിക്കും, എന്തെങ്കിലും 2.5 മണിക്കൂറായി. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കൺട്രോളർക്ക് ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞു വണ്ടി വിടുമെന്ന് പറയാൻ പറ്റില്ല. അവരുടെ കൺഫർമേഷൻ കിട്ടണം. എന്താ ട്രാക്ക് നമ്മൾ വൺസ് അവർക്ക് പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതിലാണ്. പിന്നെ അവർ വർക്ക് കഴിഞ്ഞു ഇനി വണ്ടി വിടാമെന്നും പറഞ്ഞാൽ അവരിങ്ങോട്ട് തരും. ഇപ്പം സിവിൽ എഞ്ചിനീയേഴ്സാണ് റെയിൽവേ ട്രാക്കിൻ്റെ പെർമനൻറ്റ് വേ എന്നാണ് റെയിൽവേ ട്രാക്കിന് റെയിൽവേയിൽ പറയുന്ന PW പെർമനൻറ്റ് വേ. അതിൻ്റെ മുമ്പ് ഉണ്ടായിരുന്നു പെർമനൻറ്റ് വേ ഇൻസ്പെക്ടർ എന്ന് പറയാം, അതിൻ്റെ എഞ്ചിനീയർ. ഇപ്പോൾ സെക്ഷൻ എഞ്ചിനീയർ പെർമനൻറ്റ് വേ എന്നാണ് പറയുന്നത്. എന്നാലും ഇതിന് പെർമനൻറ്റ് വേ എന്നാണ് പറയുന്നത്, സ്ഥിരം വഴി. അപ്പോൾ ഈ പെർമനൻറ്റ് വേ വൺസ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് റിപ്പയറിന് നമ്മൾ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വർക്ക് കഴിഞ്ഞ് തിരിച്ചു തന്നാലേ. അപ്പോൾ അത് വർക്കിന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഒരു വലിയൊരു ചുമന്ന ബാനർ ഈ വർക്ക് നടക്കുന്നതിന് കുറേ മുമ്പേ ആയിട്ട് സ്ഥാപിക്കണം. ഡെറ്റനേറ്റേഴ്സ് വയ്ക്കണം. എന്തെങ്കിലും കാരണവശാൽ ഒരു ട്രെയിൻ നിർത്താൻ പറ്റാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമം ലംഘിച്ചോ കയറി വരികയാണെങ്കിൽ അവർക്ക് അറിഞ്ഞ് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഈ മെയിൻ്റനൻസിലുള്ള ടൈം കൊടുക്കുക എന്നുള്ളതും കൺട്രോളറുടെ ഡ്യൂട്ടിയിൽ എല്ലാ ദിവസവും കൊടുക്കും. ഡിപ്പെൻസ് അവരുടെ വർക്ക് അനുസരിച്ച്. അല്ല, ഈ മെയിൻ്റനൻസിനുള്ള സമയം എല്ലാ ദിവസവും ചിലപ്പോൾ വർക്ക് ഉണ്ടാവില്ല. അപ്പം അവർ പറയില്ല, അവർ നമുക്ക് മുമ്പേ പറയും. പിന്നെ നാളെ ചെയ്യാൻ പോകുന്ന വർക്ക് അതിൻ്റെ ഫോർകാസ്റ്റ് ഇന്ന് തരും. അപ്പോൾ ഏത് സ്ഥലത്താണ് അങ്ങനെയാണ്. ഇപ്പോൾ അവർ ഇത് പ്ലാൻ ചെയ്യുന്ന ഇപ്പോൾ ഷൊർണൂർ ടു കാലിക്കറ്റ് സെക്ഷനാണെന്ന് വെച്ചോളൂ. അപ്പോൾ അവിടുത്തെ എൻജിനീയേഴ്സ് പ്ലാൻ ചെയ്യുകയാണെന്ന് കുറ്റിപ്പുറം ടു തിരുനാവായയാണെന്ന് വർക്ക് എന്ന് പറയും. നമ്മളോട് തലേ ദിവസം പറയും കുറ്റിപ്പുറം തിരുനാവായ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളതന്നെ. അപ്പോൾ ചിലപ്പോൾ മറ്റൊരു ദിവസം വേറൊരു എല്ലാ സെക്ഷനിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് വർക്കുണ്ടാവും, ഒരേ സ്പോട്ടിലാവില്ല. ഇതേപോലെ ഈ ട്രാക്ക് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ്, OHE ഇലക്ട്രിക്. ഈ 25,000 വോൾട്ട് സപ്ലൈയിലാണ് ലൈൻ, അതും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ മെയിൻ്റനൻസ് ഈ ട്രാക്കിൻ്റെ മെയിൻ്റനൻസിനേക്കാൾ റിസ്ക്കിയാണ്.
ഇലക്ട്രിസിറ്റി. എന്താണെന്ന് വെച്ചാൽ അത് 25,000 വോൾട്ടാണ്. അതിൽ വർക്ക് ചെയ്യുന്നവരും ബാക്കിയുള്ളവരുടെ ഒക്കെ ലൈഫ് റിസ്ക് ഉണ്ട് അതിനകത്ത്. അപ്പം നമ്മളത്രയും സൂക്ഷിച്ചാണ് അവർക്കത് പെർമിഷൻ കൊടുക്കുന്നത്. ആ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുമ്പോഴത്തെ ഇടയ്ക്ക് ചില ന്യൂട്രൽ സെക്ഷൻ കുറേയും കൂടെ ടെക്നിക്കല്ല, അത് എത്രയും ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഇതിലേക്ക് പോകുന്നതൊക്കെ നോക്കിയിട്ടാണ് കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നത്. ചെറിയ എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ പോലും വർക്ക് ചെയ്യുന്നവരെ ബാധിക്കും. ബാധിക്കും പറഞ്ഞാൽ മരിച്ചു പോകണം. ലൈഫ് ത്രെട്ടനിങ്. അപ്പോൾ പക്ഷെ അതും മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലേ അപ്പോൾ അതിനും ഇതുപോലെ 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ 80 മിനിറ്റ് 90 മിനിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് ഒക്കെ പെർമിഷൻ കൊടുക്കുന്നത് അത് പ്ലാൻ ചെയ്ത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഓരോ ദിവസവും എവിടെയാണ് മെയിൻ്റനൻസ് നോക്കിയിട്ട് അത് പ്ലാൻ ചെയ്ത് അവർക്ക് പെർമിഷൻ കൊടുക്കണം. അതനുസരിച്ച് ബാക്കി വണ്ടികൾ റെഗുലേറ്റ് ചെയ്യണം. അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതനുസരിച്ച് ഈ കൺട്രോളർ ഇരിക്കുന്നത് ജംഗ്ഷൻസ് അത്തരം പോയിന്റ്സ് അല്ല, ഡിവിഷണൽ ഓഫീസിൽ. ഇപ്പോൾ കേരളത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, പാലക്കാടും തിരുവനന്തപുരത്തും. അത് റെയിൽവേ സ്റ്റേഷനിൽ കുറേ മാറിയാണ് ഡിവിഷണൽ ഓഫീസിൽ. അപ്പോൾ അതൊരു ക്യൂബിക്കിളാണ്, ഗ്ലാസ് ഇതായിട്ടുള്ള ഒരു ക്യൂബിക്കിളാണ്. നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ. അതേപോലെ തന്നെ ഈ കൺട്രോളർ ആണ് ഒരു ട്രെയിനിൽ ജോലി ചെയ്യുന്ന ലോക്കോ പൈലറ്റ്, ഗാർഡ്, അവരുടെ എല്ലാവരുടെയും പേര്, അവരുടെ എത്ര മണിക്കാണ് അവരുടെ ഡ്യൂട്ടി തുടങ്ങിയത്, ഇനി എത്ര മണിക്കൂറും കൂടെ അവർക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും, ഇതും അറിഞ്ഞിരിക്കണം കൺട്രോൾ. അവരുടെ ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ പുതിയ ആളുകളെ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും കൺട്രോളർക്കാണ്. ഇത് ഒരു എക്സ്പ്രസ് ട്രെയിനിനോ അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിനിലോ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്താ വെച്ചാൽ അതിന് കറക്റ്റായിട്ട് അതിന് ടൈം ടേബിളുണ്ട്. അതനുസരിച്ച് ഗാർഡന്മാരെയും ഡ്രൈവർമാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഗുഡ്സ് ട്രെയിനുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിൻ്റെ ക്രൂ ചേഞ്ചിങ് പോയിന്റുകളുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പാലക്കാട്, കാലിക്കറ്റ്, എറണാകുളം, ഷൊർണൂർ അങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവും. അപ്പം അവിടേക്ക് ഈ ട്രെയിൻ എത്തുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുമ്പേ ആ സ്റ്റേഷനിലേക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യണം. ഇന്ന ഗുഡ്സ് ട്രെയിൻ ഇത്ര മണിക്ക് അവിടെ വരും, അവിടെ ഇതേപോലെ ഗാർഡിനെ അതേപോലെ ലോക്കോ പൈലറ്റിനെ ചേഞ്ച് ചെയ്യാൻ അറേഞ്ച് ചെയ്യണം. അവർ ഈ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെയെല്ലാം അഡ്വൈസ് ചെയ്ത് അവർക്ക് 2 മണിക്കൂർ മുമ്പ് അഡ്വൈസ് കൊടുക്കണം. എന്നിട്ട് അവരെ കറക്റ്റാക്കി നിർത്തിയാൽ ഇത് ചേഞ്ച് ചെയ്ത് വിടാൻ പറ്റും. അപ്പം അതും കൺട്രോളറുടെ ജോലിയിൽ വരുന്ന കാര്യമാണ്. അപ്പം ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ ആ ഗുഡ്സ് ട്രെയിനിൻ്റെ എൻജിനിൽ എത്ര ഫ്യൂവലുണ്ട്, അതിൽ ഡ്രൈവറുടെ ഡ്യൂട്ടി ടൈം എത്രയാണ്. ഇതിലും തമാശയായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എൻജിനുകൾക്കെല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് ഷെഡ്യൂളുകളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം മെയിൻ്റനൻസിന് പോകണം, മന്ത്ലി ഷെഡ്യൂൾ വേറെ ഉണ്ട്. അതൊക്കെ എന്നാണ് എന്ന് നോക്കി അത് കറക്റ്റായിട്ട് ആ സ്ഥലത്തേക്ക് അയക്കേണ്ട ഉത്തരവാദിത്വം കൺട്രോളർക്ക് കഴിഞ്ഞു. കൺട്രോളർക്ക് ഇല്ലാത്ത ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല അത്ര. ഇപ്പം നേരത്തെ ഈ മെയിൻ്റനൻസിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പം ഓവർ ഹെഡ് എക്യുപ്മെൻറ്റ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അത് അതിൻ്റെ മെയിൻ്റനൻസ്, അതിന് ടവർ കാർ എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു എന്താ അതിന് പറയുക, ടവർ കാർ എന്നാണ് ഞങ്ങൾ റെയിൽവേക്കകത്ത് പറയുന്നത്. ഒരു ചെറിയൊരു ബോഗിയാണ്. ആ ബോഗിയുടെ ഉള്ളിൽ നിന്നൊരു ഹൈഡ്രോളിക് ഇതിൽ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിലൊക്കെ കയറി നിന്നാണ് ഈ ലൈനൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അവരത് ഓടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതിൽ ഈ ലൈൻ മെയിൻ്റനൻസിന് വേണ്ട എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു മരം വീണു വിചാരിക്കും, ട്രാക്കിലേക്ക് ഒരു മരം വീണ് ഈ ലൈനൊക്കെ പൊട്ടിക്കിടക്കുകയാണെങ്കിൽ ഈ ടവർ കാർ ചെന്നിട്ടാണ് ഈ മരമൊക്കെ വെട്ടി മാറ്റി ആ ലൈൻ വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതും മെയിൻ്റനൻസിന് മാത്രമല്ല അല്ലാത്ത സമയത്തും റിലീഫിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ടവർ കാർ ഈ ലൈനിലേക്ക് വിടണമെങ്കിൽ കൺട്രോളറുടെ പെർമിഷൻ. അതുപോലെ തന്നെയാണ് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന നേരത്തെ ഈ പറഞ്ഞ പെർമനൻറ്റ് വേ ഇൻസ്പെക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവർക്ക് ട്രോൾ ചെയ്യുന്നു. 2 തരത്തിലുള്ള ട്രോളിയാണ്. ഒന്ന് പുഷ് ട്രോൾ ചെയ്യുന്നു.
പുഷ് ട്രോളി ആളുകൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് നടക്കുന്നത്. അതിലിങ്ങനെ ഒരു ഇത് ഒരു ബെഞ്ച് പോലെ ഇത് വെച്ച് അതിൽ ഈ പെർമനന്റ് വേ ഇൻസ്പെക്ടർ ഇരുന്ന് ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്ത് പോയി. മോട്ടോർ ട്രോളി ഉണ്ട് വേറെ. അപ്പം അതിലൊരു ഈ ഉന്തണ്ട ആവശ്യമില്ല, മോട്ടോർ ആണ്. അപ്പം അധികവും മോട്ടോർ ട്രോളികളാണ് ഉപയോഗിക്കുന്നത്. പുഷ് ട്രോളി ഉണ്ട്. അപ്പം ഇതൊക്കെ ഒരു സെക്ഷനിൽ അത് ഓടിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് മോട്ടോർ ട്രോളി, ടവർ കാർ ഇതൊക്കെ ഓടിക്കണമെങ്കിൽ കൺട്രോളറുടെ പെർമിഷൻ അനുസരിച്ചാണ്. അപ്പം അവർ ഇൻസ്പെക്ഷൻ ടൈം ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമ്പോഴായിരിക്കും ഇന്ന പ്രോബ്ലം ഉണ്ട്, ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു ഇൻസ്പെക്ഷന് അരമണിക്കൂർ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിറ്റ് ചെയ്യണം. ഈ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു വണ്ടി സെക്ഷനിലേക്ക് വിടാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒരു പല തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം, ട്രാക്കിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഇൻസ്പെക്ഷൻ, അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ശരിയാക്കുന്നത്, ഗുഡ്സ് ട്രെയിനുകൾ ഓടിക്കുന്നത്, അതിലുള്ള ഡ്രൈവർ, ഗാർഡ് ഇവർക്കൊക്കെ സമയാസമയങ്ങൾ റിലീഫ് ഏർപ്പാടാക്കുന്നത്, മറ്റ് ഇതിൻ്റെ എല്ലാം ഉള്ളിൽ കൂടി ഈ എക്സ്പ്രസ്സും പാസഞ്ചർ ട്രെയിനുകൾ കൃത്യസമയത്ത് ഓടിക്കുക ഒക്കെ പറഞ്ഞൊരു ഒരു 100 കണക്കിന് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ അറ്റ് എ ടൈം ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഒരു ടൈമിലിപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് കയറുന്നു വെച്ചാൽ പാലക്കാടിനും കോഴിക്കോടിനും ഇടയ്ക്ക് ഒരു 10-25 ട്രെയിൻ ഉണ്ടാവും. പല ടൈപ്പ് ട്രെയിൻസ് ഉണ്ടാവും, പല വേഗത്തിൽ പോകുന്ന ട്രെയിനായി. ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നു, നിർത്തുന്നു. ഇപ്പം നമ്മൾ മുൻ ഇതിൽ പറഞ്ഞ പോലെ ഈ ഗ്രാഫ് പോലെ വരച്ച് അതിൻ്റെ ടാൻജൻസ് നോക്കി എവിടെ നിർത്തണം, എവിടെ കയറ്റി വിടണം, ഇതൊക്കെ അതിൻ്റെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചെന്ന് കയറിയ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻസില്, റബ്ബർ, ഈ 4 കളറുള്ള പേന, ഒരു സെറ്റ് സ്ക്വയർ ഉണ്ട് ഇത് വരയ്ക്കാനുള്ള, ഇത്തരം കാര്യങ്ങളും വലിയൊരു ചാർട്ടും ഇത് മുമ്പിലും, നമ്മുടെ മുമ്പിൽ ഒരു മൈക്ക്, ഇത്തരം സകല വിവരങ്ങളും നമ്മൾ അറ്റ് എ ടൈം പറയുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്തു, ഇത് മാറും. അപ്പോൾ ഇതിൽ ഞാൻ പാലക്കാട് ഡിവിഷനിലായിരുന്നു. പാലക്കാട് ഡിവിഷൻ അന്ന് വലിയ ഡിവിഷനാണ്. ജോലാർപേട്ട് മുതൽ മാംഗ്ലൂർ വരെ പാലക്കാട് ഡിവിഷനാണ്. അതുപോലെ തിരുച്ചിറപ്പള്ളി വരെയും പാലക്കാട് ഡിവിഷനാണ്. ഈ ഊട്ടിയിലേക്കുള്ള ലൈൻ മുഴുവൻ പാലക്കാട് ഡിവിഷനാണ്. അങ്ങനെ വളരെ വലിയൊരു ഡിവിഷനായിരുന്നു. അപ്പം 5 സെക്ഷൻസ് ഉണ്ടായിരുന്നു പാലക്കാട് ഡിവിഷനാണ്. അപ്പോൾ ജോലാർപേട്ട് മുതൽ ഈറോഡ് വരെയുള്ള ഒരു സെക്ഷൻ, ഈറോഡിൽ നിന്ന് ട്രിച്ചി ഇപ്പുറത്തേക്ക് കോയമ്പത്തൂരും വരെ മറ്റൊരു സെക്ഷൻ, അവിടെ നിന്ന് ഷൊർണൂർ വരെ വേറൊരു സെക്ഷൻ, ഇവിടെ ഷൊർണൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് അടുത്ത, പിന്നെ മാംഗ്ലൂരിലേക്ക്, അങ്ങനെ പരന്നു കിടക്കണ വലിയൊരു സിസ്റ്റമായിരുന്നു. അപ്പം അതിന് ഉള്ളിൽ നമ്മൾ ഒരു സെക്ഷനിൽ നമ്മൾ എക്സ്പെർട്ടായി കഴിഞ്ഞിട്ട് വേണ്ടി വരും അടുത്ത സെക്ഷൻ നമ്മൾ പഠിക്കുക. അപ്പോൾ ഓരോ ഡ്യൂട്ടിയിലും ഒരു ലേണിംഗ് പ്രോസസ്സുണ്ട്. നമുക്ക് ഇത്രയും സ്ഥലത്തെ എല്ലാ സ്റ്റേഷനുകളുടെയും പ്രത്യേകതകൾ, അതുപോലെ അവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞ് തറമായിട്ടിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പം അത് പക്ഷേ ഗ്രാജുവലായിട്ടൊരു 2-3 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും നമ്മളങ്ങ് പഠിക്കും. പിന്നെ അതിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കി നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡാവും. നമ്മുടെ മനസ്സിൽ ഇത് മാത്രമായിരിക്കും. ഈ വണ്ടികളുടെ നമ്പറുകൾ കുറേ, അത് ഗുഡ്സ് ട്രെയിൻ അതിൻ്റെ നമ്പേഴ്സ് ഉണ്ട്, മറ്റത് വേറെ നമ്പറും, അതുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മൾ കുറേ എൻജിനുകൾ, കുറേ വാഗൺ, കുറേ വണ്ടികൾ, കുറേ ഡ്രൈവർമാർ, ഗാർഡുമാർ, ഇത് ഇങ്ങനെ വിചിത്രമായൊരു ലോകത്തിലും അത് മാത്രം ചിന്തിക്കുന്ന. ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിയിലേക്ക് അധികം സമയമില്ല. ഇപ്പോൾ 6 മണിക്കൂറാണ് ഡ്യൂട്ടിയെങ്കിലും രാത്രി 12 മണിക്ക് നമ്മൾ ഡ്യൂട്ടി ബ്രേക്ക് ചെയ്ത് ഇറങ്ങി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തുമ്പോഴേക്കും 1 മണിയെങ്കിലും ആവും. നമ്മൾ കിടന്നുറങ്ങുന്നു, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് അടുത്ത ഡ്യൂട്ടിക്ക് കയറുന്നുണ്ടോ. 12 മണിക്കൂറേ ഗ്യാപ്പുള്ളൂ. നമ്മളൊന്ന് ഉറങ്ങി റെസ്റ്റ് എടുത്ത് കുളിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും അടുത്ത ഡ്യൂട്ടിക്ക് പോകാറാവും. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് കയറുന്ന ഡ്യൂട്ടി കഴിയുന്ന വൈകുന്നേരം 6 മണിക്കാണ്.
6 മണിക്ക് ഇറങ്ങി വീട്ടിൽ ഒരു 7 മണിയാകുമ്പോൾ എത്തി കിടന്നുറങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് 6 മണിക്ക് അടുത്ത ഡ്യൂട്ടി തുടങ്ങും. അപ്പോൾ ഏർലി മോർണിംഗ് 6 മണിക്ക് നമ്മൾ 4 മണിക്കെങ്കിലും എഴുന്നേറ്റ് റെഡി ആയിട്ട് പോകേണ്ടി വരും. എന്നുവെച്ചാൽ 1/2 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യാൻ വേണമല്ലോ. 5:30 റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിയാകുമ്പോഴും ഇറങ്ങേണ്ടി വരും. അത് ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കും. വീണ്ടും രാത്രി 12 മണിക്ക് ആദ്യം ഡ്യൂട്ടിക്ക്. അപ്പോൾ 2 ഡ്യൂട്ടികൾ തമ്മിലുള്ള ഗ്യാപ്പ് എപ്പോഴും 12 മണിക്കൂറാണ്. അതിൽ 12 മണിക്കൂർ മുഴുവൻ കിട്ടില്ല. നമ്മൾ വല്ലാതെ ടയേർഡായിപ്പോൾ. നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഒരു നോർമൽ ഈ 12 മണിക്ക് ബ്രേക്ക് ചെയ്യുന്നതൊക്കെ തന്നെ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. ഏകദേശം ഒരു നോർമലായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിന് പറ്റുന്ന ടൈമല്ല അതൊന്നും. അപ്പോൾ അങ്ങനത്തെ ഇതുകൊണ്ട് നമ്മൾ ആകെ ഫിസിക്കലി ടയേർഡായി. പിന്നെ ആഹാരം നോർമലായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമുക്ക് ഡ്യൂട്ടിയിൽ ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗ്യാപ്പ് കിട്ടുകയില്ല. ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ ഓരോ മിനിറ്റിലും ചിലപ്പോൾ ഗ്യാപ്പ് കിട്ടാം, പറയാൻ പറ്റില്ല, നമുക്ക് കിട്ടുമല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണ ഒരു സ്റ്റേഷൻ മാസ്റ്റർക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷന് അതിൻ്റെ ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്തൊരു സ്റ്റേഷനിൽ നിന്ന് വണ്ടി വിട്ടു അല്ലെങ്കിൽ ഔട്ടായി എന്നാണ് പറയാം റെയിൽവേയുടെ ഭാഷ. അപ്പോഴാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ നമ്മളെ ഇവിടെ ചോദിക്കുന്നത് എന്ത് ചെയ്യണം. വരാൻ പരമാവധി 6-7 മിനിറ്റ് അല്ലെങ്കിൽ 4-5 മിനിറ്റ് കൊണ്ട് ഇവിടെ നമ്മൾ അടുത്ത സെക്കൻഡിൽ അയാളോട് റിപ്ലൈ ചെയ്തിരിക്കണം. എന്നുവെച്ചാൽ ഈ നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ അനുസരിച്ച് സിഗ്നൽസ് അയാൾ ഓപ്പറേറ്റ് ചെയ്യണം. ആ സിഗ്നൽ ഈ വരുന്ന ഡ്രൈവർ കാണണം. ഇപ്പോൾ കുറ്റിപ്പുറത്തുനിന്ന് വിടുന്ന ഒരു വണ്ടി തിരുനാവായയിലേക്ക് എത്തുന്നതിന് എടുക്കുന്ന ഒരു ടൈമുണ്ടല്ലോ. അപ്പോൾ കുറ്റിപ്പുറത്തും വിട്ട ഉടനെ തിരുനാവായ സ്റ്റേഷൻ മാസ്റ്റർ നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ് റൺ ത്രൂ. റൺ ത്രൂ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേഷനിൽ നിർത്താതെ നേരെ വണ്ടി പോട്ടെ എന്നാണ് റൺ ത്രൂ എന്നുള്ളത്. അപ്പം അത് പറയുമ്പോൾ അയാൾ ഉടനെ അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ച് അവരുടെ പെർമിഷൻ വാങ്ങിയാലേ ഇവിടുന്ന് ഈ റൺ ത്രൂ ചെയ്യാൻ പറ്റും. ഈ തിരുനാവായ സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് അടുത്ത സ്റ്റേഷൻ്റെ അധികാര പരിധിയിലേക്ക് വണ്ടി വിടണമെങ്കിൽ ആ സ്റ്റേഷനിൽ അയാൾ പെർമിഷൻ വാങ്ങും. പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞ് ഉടനെ സിഗ്നൽസ് എല്ലാം ക്ലിയർ ചെയ്യണം. അതിനിടയ്ക്ക് ഗേറ്റ് ഉണ്ടാവും, ഗേറ്റ് അടയ്ക്കണം, എന്നാലേ ഗ്രീൻ കിട്ടുള്ളൂ. അപ്പം ത്രൂ ഗ്രീൻ സിഗ്നൽ ആണെങ്കിലാണ് ഈ കുറ്റിപ്പുറം വിട്ട വണ്ടി നിൽക്കാതെ ഫുൾ അതേ ഇപ്പം 100 കിലോമീറ്റർ എത്ര ആണ് സ്പീഡെങ്കിൽ പോകുള്ളൂ. അപ്പം ഇത് ഇപ്പം കൺട്രോളറെ ഇയാൾക്ക് അപ്പോൾ വിളിച്ച് കിട്ടിയില്ല, നമ്മുടെ ഇൻസ്ട്രക്ഷൻ കിട്ടാതെ കണ്ട്. ഇപ്പോൾ ഒരു എക്സ്പ്രസ് ട്രെയിനാണ്, പാസഞ്ചർ ട്രെയിൻ ആണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ നോർമൽ പ്രൊസീജിയർ അനുസരിച്ച് അയാൾ വിടും. പക്ഷെ ഒരു ഗുഡ്സ് ട്രെയിൻ ആകുമ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ അയാൾ വെയിറ്റ് ചെയ്യും. അറിയില്ലല്ലോ എന്താ ചെയ്യേണ്ടത്. ഇപ്പം മാംഗ്ലൂർ മെയിലാണെങ്കിൽ അറിയാം മാംഗ്ലൂർ മെയിൽ നേരെ പോകേണ്ടതാണ് എന്നറിയാൻ പറ്റും. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷൻ അടുത്ത സെക്കൻഡിൽ കിട്ടും. ഇത് ഒരേ സമയം നമ്മളെ പല ആളുകൾ വിളിച്ചിട്ടുണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾ ഇവിടുന്ന് താനൂരിൽ നിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ പറളയിന്നും പറഞ്ഞ് വേറൊരാൾ വിളിക്കുന്നുണ്ടാവും. അപ്പോൾ അറ്റ് എ ടൈം നമ്മളിങ്ങനെ ഓരോരുത്തരോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുതരാനൊക്കെ ഒരാളുണ്ട്. അപ്പോൾ അയാൾ ചായ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അത് എടുത്ത് കുടിക്കാൻ പറ്റാതെ അത് കംപ്ലീറ്റ് ആറിക്കഴിഞ്ഞാൽ അത് എടുത്ത് കൊണ്ടുപോയി വേറെ വെക്കുന്ന ദിവസങ്ങൾ. അതേപോലെ വൈഫ് ഇവിടുന്ന് ആഹാരം ഉണ്ടാക്കി തന്നയക്കും. പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന സ്പൂണും ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവന്നു. വീട്ടിൽ കാലത്ത് നേരത്തെ ഇതൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാനൊരു സമയം കിട്ടണം, ഗ്യാപ്പ് കിട്ടാതെ. എന്നാൽ ചില സമയത്ത് കിട്ടിയെന്നും വരും. അപ്പം നമ്മളിത് കൊണ്ടുപോകുന്നതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കിട്ടുകയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ തിരിച്ച് വന്ന് അത് വീട്ടിലിരുന്ന് തിരിച്ച് കഴിക്കാം. അപ്പം ഇങ്ങനെ നമ്മുടെ ആഹാരം എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ബാത്റൂം പോകണമെന്ന് തോന്നും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറെ ആരെങ്കിലും വിളിച്ച് അയാളെ ഇരുത്തിയിട്ട് വേണം പോയാലേ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. അപ്പം എന്താ വെച്ചാൽ ഈ ഇരിക്കുന്ന ആൾക്ക് ഒരു പെട്ടെന്നൊരു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പം നമുക്ക് പോകുമ്പോഴും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ഡ്യൂട്ടി സൈൻ ഓൺ ചെയ്ത് കയറിക്കഴിഞ്ഞാൽ ഇറങ്ങണം വരെ അത് അവിടെ എന്ത് സംഭവിച്ചാലും നമ്മൾ റെസ്പോൺസിബിളാണ്. ഇതിൽ ഈ കൺട്രോളറുടെ ഡ്യൂട്ടിയിൽ എവിടെയും ഇയാൾക്ക് വേറൊരാളെ ഏൽപ്പിച്ച് പോവാന്ന് പറയുന്നില്ല, പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്.
പോവാൻ. അപ്പോൾ എല്ലാ തരത്തിലുള്ള അപ്പൊ കാര്യങ്ങൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന എന്ത് ചെയ്യും? ഈ കൺട്രോളർക്ക് ഇത് ഇങ്ങനത്തെ അല്ല അല്ല അസുഖങ്ങൾ വരാലോ, അപ്പൊ എന്ത് ചെയ്യും? അസുഖങ്ങൾ വരുമ്പോൾ മറ്റേ ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോകേണ്ടത്. അങ്ങനെ വലിയ എമർജൻസി വന്നു എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ. എൻ്റെ ഡ്യൂട്ടിയിൽ എനിക്ക് പെട്ടെന്ന് വല്ലാതെ ആസ്മ അറ്റാക്ക് വന്നിട്ട്, ആസ്മ അറ്റാക്ക് വന്ന് എനിക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ പകരം ആളെ കൊണ്ടുവന്ന്, എന്നാലും നമ്മൾ അവിടുന്ന് പോവാതെ അവിടെ തന്നെ ഇരുന്ന് മറ്റേ ഡ്യൂട്ടി ചെയ്തു തുടങ്ങി. എന്തെങ്കിലും പറയാൻ ബാക്കി ഉണ്ടെങ്കിൽ, അയാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അയാളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നിട്ട് നമ്മൾ പോകേണ്ടത്. അപ്പം അങ്ങനെ ഒക്കെ നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഒരു നിത്യവൃത്തികൾ മൊത്തം അപകടത്തിൽ ആവും. പിന്നെ ഈ ജോലിയിലുള്ള ഉണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ഏകദേശം 100% പേർക്ക് ഹൈപ്പർ ടെൻഷനായി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴാണല്ലോ അതിൻ്റെ ബാക്കി കാര്യം. അത് കഴിയുന്ന വരെ നമുക്ക് ടെൻഷനായിരിക്കും. നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നു, അതനുസരിച്ച് നമ്മുടെ ഭാഗത്തുനിന്നൊരു ആക്ഷൻ ഉണ്ടാവുന്നു. പക്ഷെ അതിലേക്ക് എത്തുമ്പോൾ പക്ഷേ ഒരു സ്റ്റേഷനിൽ നിന്ന് പറയുകയാണ് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് വണ്ടിക്ക്, അടുത്ത ലൈനിൽ കൂടെ വണ്ടി വരുന്നത് നമുക്കറിയാം, നമുക്ക് നിർത്താൻ പറ്റാത്തതല്ല, അവിടുന്ന് വിട്ടുപോയി, ഈ വണ്ടി പോകുന്നു. ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ബാക്കി ടോക്കിയിൽ ഡ്രൈവറെ വിളിക്കാനൊക്കെ പറ്റും. ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് അത്ര ഇല്ല, ആ സൗകര്യങ്ങളായിട്ടില്ല ആദ്യകാലത്ത് ഈ കൺട്രോൾ ഇതിൽ. പിന്നീട് അതായപ്പോൾ ഡ്രൈവറോട് പറയാമെന്നുള്ളൊരു സൗകര്യം. അപ്പോൾ ഇത് അടുത്തൊരു പോയിന്റ് വരെ 4-5 മിനിറ്റിനുള്ളിൽ അത് ഇപ്പോൾ പറയുകയാണ് ഹോട്ട് ടാക്സിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, അത് കുഴപ്പമില്ലാതെ അടുത്തൊരു പോയിന്റിലേക്ക് എത്തണ വരെ നമുക്ക് ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇത് എന്തെങ്കിലും കഷ്ടകാലത്തിന് മറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലൈനിൽ വണ്ടി വരുന്നത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇനി പലപ്പോഴും ഒന്നും സംഭവിച്ചില്ല എന്ന് വരും, സംഭവിക്കുന്നത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ, ഈ സിംറ്റംസ് ആയിരിക്കും. അപ്പം നമ്മൾ സിംറ്റംസ് കണ്ട് നമ്മൾ വേറെയുള്ള വണ്ടികളൊക്കെ പിടിച്ചു നിർത്തി. ഒരു അപകടം ഉണ്ടായി അല്ലെങ്കിൽ വണ്ടികളൊക്കെ ഒരുപാട് ലേറ്റാവും. അപ്പം നമ്മുടെ മേലധികാരികളുടെ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണത് ചെയ്തത്? എന്ത് നമ്മൾ ചെയ്താലും നേരെ തിരിച്ച് ചോദിക്കാം. എന്ന് വെച്ചാൽ അപകടം നമ്മൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, അടുത്ത ലൈനിലെ വണ്ടി നിർത്തുന്നു, നമുക്ക് പറഞ്ഞ് നിൽക്കാൻ പറ്റുമായിരിക്കും. അപ്പം ചോദിക്കുക, അത് ആ അടുത്ത ലൈനിലെ വണ്ടി എന്തിനാണ് നിർത്തി, എങ്ങനെ അപകടം പറ്റുമായിരുന്നു എന്ന് വിചാരിച്ചു. പറ്റിയില്ലല്ലോ. ആ ഒരു വണ്ടി നിർത്തിയിട്ടിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പിന്നിലുള്ള വണ്ടികളൊക്കെ നിൽക്കും. അപ്പം ഈ അതിന് ഉത്തരം പറയേണ്ട പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ ഓരോ ഡ്യൂട്ടി കഴിഞ്ഞാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ഡ്യൂട്ടി തീരില്ല. എന്തെങ്കിലും ഇഷ്യൂസ് അതിൽ ബാക്കിയുണ്ടാവും. അതേപോലെ ചിലപ്പോൾ ഈ സമയത്തിന് ഒരു ലോക്കോ പൈലറ്റിന് പകരം അടുത്ത ആളെ എത്തിക്കാൻ പറ്റിയില്ല എന്ന് വരും. 10 മണിക്കൂറാണ് അവരുടെ സമയം. ആ 10 മണിക്കൂർ ആകുമ്പോഴേക്കും എത്തിയില്ലെങ്കിൽ അവർ വണ്ടി നിർത്തി ഇറങ്ങിപ്പോകും. ചിലപ്പോൾ അവരെ കുറ്റം പറയാൻ വയ്യ, അവർക്ക് അത്രയും അതിലും ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു റെഡ് സിഗ്നൽ എങ്ങാനും പാസ് ചെയ്ത സർവീസിൽ നിന്ന് പിരിച്ചു വിടുന്നവർ. അപ്പോൾ റിസ്ക് എടുത്ത് അവർ പോവില്ല, നിർത്തി ഇറങ്ങി പോകുന്ന ഡ്രൈവർമാരുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല നമുക്ക്. അങ്ങനെയൊക്കെ ചെയ്യുമല്ലേ? അല്ല, ഇതുകൊണ്ട് ചിലപ്പോൾ അവർക്കും മടുത്തട്ടെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അവരുടെ വേറെ ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു വശമാണ് അവരുടെ. പക്ഷെ നമ്മൾക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമ്മൾ ചെയ്യും. ഇതിന് ഇടയിൽ ഇതൊന്നുമല്ലാത്ത വേറെ കാര്യങ്ങൾ വരും. അതാണ് ഒരു സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ഇങ്ങനെ ഇന്ന വണ്ടിയിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ വിളിക്കണ ആരാന്ന് മനസ്സിലാകുന്ന ഒരു ഇതുമാണ്. ആദ്യ കാലത്ത് അത് അറിയാത്തൊരു സമയത്താണ് ബോംബ് സ്കെയർ നിറയെ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വണ്ടിയിലാണെന്ന് പറഞ്ഞാൽ ആ വണ്ടി നിർത്തിയിട്ട് പോലീസിനെയും ഒക്കെ അഡ്വൈസ് ചെയ്ത് അവർ വന്ന് കംപ്ലീറ്റ് ഈ വണ്ടി ചെക്ക് ചെയ്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വേണം വിടാൻ. നോർമലി 1 മണിക്കൂർ നിൽക്കും വണ്ടി. ഇവരെത്തണ്ടേ? എന്നിട്ട് ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധിച്ച് ചിലപ്പോൾ ആദ്യമൊക്കെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വണ്ടി മിസ്സാവാതെ അതിൽ കയറാൻ വേണ്ടിയിട്ട്
ഒരു വെറുതെ വിളിച്ച് പറഞ്ഞായിരിക്കും പലരും. ഓ ആ നമുക്കതാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ബോംബുണ്ടെങ്കിലോ. അല്ലാത്ത ട്രെയിനിനകത്ത് എന്തെങ്കിലും എമർജൻസി വന്നാലോ, ഇപ്പൊ ആളുകൾക്ക് വയ്യാണ്ട് വന്നു, ഡോക്ടർ അത് കൺട്രോളറുടെ ഇതിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പറയുകയാണെന്ന് ഒരു ട്രെയിൻ വരുന്നു, അപ്പം സുഖമില്ല എന്നുള്ള വിവരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് ഡോക്ടറുള്ള സ്ഥലത്തേക്ക് വിവരം അറിയിച്ച് ഈ വണ്ടി വരുമ്പോഴേക്കും ഡോക്ടറെ അറേഞ്ച് ചെയ്യണം. ഇതിനും ഒക്കെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ വെറുതെ ഒരു വിരലമർത്തിയാൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരിക്കൽ ഈ വാളയാറിൽ രാത്രി 1 മണി സമയത്ത് ഒരു ട്രാക്ക്മാൻ, 2 ട്രാക്ക്മാൻമാർ കൂടിയിട്ടാണ് നൈറ്റ് പെട്രോൾ കഴിഞ്ഞിട്ട് വരികയാണ്. അതിലൊരു ട്രാക്ക്മാനെ പാമ്പ് കടിച്ചു. കാടാണല്ലോ അവന്. ഇപ്പം രാത്രി 1 മണി 1:10 അങ്ങനത്തെ ഏതൊരു സമയത്ത് വാളയാർ സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്ക്മാൻ ഒരാളെ പാമ്പ് കടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഉടനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത ഒരു ട്രെയിൻ ഇപ്പുറത്ത് എട്ടിമട നിന്ന് വരുന്നുണ്ട് താഴത്തേക്ക് ഇങ്ങോട്ട് പാലക്കാട് സൈഡിൽ. ഞാൻ പറഞ്ഞു വരുന്ന വണ്ടി നിർത്തിക്കോളൂ, അയാളെ കയറ്റി വിടും. ഇപ്പുറത്ത് പാലക്കാട് വിളിച്ചിട്ട് റെയിൽവേ ഹോസ്പിറ്റലിൽ വിവരം അറിയിക്കാനും ആംബുലൻസ് റെഡിയാക്കി നിർത്താം. ഇയാളെ ഇതിൽ കയറ്റി ഒരു 15 മിനിറ്റ് കൊണ്ട് പാലക്കാട് എത്തി. 15-20 മിനിറ്റ് താഴെ ഹോസ്പിറ്റലിലെത്തി ഇയാൾ രക്ഷപ്പെട്ടു. അപ്പം ഇത് അതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തല്ലേ നമ്മൾ പറയുക. ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം പ്യൂൺ വന്ന് പറയുന്നു, സാറിനെ കാണാൻ ഒരാൾ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നോർമലി നമ്മൾ കാണാൻ ആളുകൾ അങ്ങനെ ഈ കൺട്രോൾ റൂമിലേക്ക് വരില്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കണ്ടാൽ പോലെ ശരി എന്ന് പറഞ്ഞാലും വരും. പിന്നെ എനിക്കൊരു സംശയം, എന്തിനാണ് അകത്തേക്ക് നമ്മൾ പെർമിറ്റ് ചെയ്യില്ല, നോ എൻട്രി ആണ് ഈ കൺട്രോൾ. ഞാൻ ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ അയാൾ അവിടെ തന്നെ നിൽക്കും. അയാളങ്ങനെ വളരെ ഭവ്യതയോട് കൂടി. അപ്പം എന്താണെന്ന് വെച്ചാൽ അയാളായിരുന്നു പാമ്പ് കടിച്ചത്. അപ്പം സാറ് ഉടനെ ആ വണ്ടി നിർത്തി കൊണ്ടുപോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പക്ഷെ അതെല്ലാ സമയത്തും നടക്കണം എന്നില്ല. ആ സമയത്ത് ഒരു ട്രെയിൻ ഉള്ളതുകൊണ്ടാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല തരത്തിൽ ഈ അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇത് ഈ കൺട്രോളറായിട്ട് സ്ത്രീകൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. ഇപ്പോൾ നേരത്തെ അല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തില്ല. ഇപ്പോൾ 1-2 പേരുണ്ട് ഇപ്പോൾ പാലക്കാട് കൺട്രോളേഴ്സായിട്ട് സ്ത്രീകളുണ്ട്. ഇപ്പം റിട്ടയർ ആയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇല്ല വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. 2 പേരുണ്ട്. മറ്റ് പല ഡിവിഷനുകളിലും സ്ത്രീകൾ കൺട്രോളറായിട്ടുണ്ട്. മധുരയല്ല, വടക്ക് നമ്മുടെ UP-യിലെ മധുര, അവിടെ ഒരു സ്ത്രീ ഉള്ളത് എനിക്കറിയാം. ഡൽഹിയിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ പാലക്കാട് 2 പേരുണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞില്ല. പാലക്കാട് 2 ആളുള്ളതായിട്ട് എനിക്കറിയുന്ന 2 പേര്. നേരത്തെ ഈ റെയിൽവേ ഇത്തരം ജോലികളിലൊക്കെ സ്ത്രീകളുടെ എണ്ണം കുറവായിരുന്നില്ലേ? അതെ, സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ആയിട്ട് പോലും സ്ത്രീകൾ കുറവായിരുന്നു. ഇപ്പോഴല്ലേ നമ്മൾ കാണാൻ തുടങ്ങി. ഇപ്പം ഗാർഡായിട്ട് ഇപ്പോൾ സ്ത്രീകൾ വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഗാർഡായിട്ട് സ്ത്രീകൾ വന്നിരുന്നില്ല. പക്ഷെ ഗാർഡായിട്ട് വരുന്ന സ്ത്രീകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഒറ്റയ്ക്കല്ലേ, ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്നുള്ളൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. വെളിച്ചമില്ല അതിനകത്ത്. ഈ ഗാർഡ് മാനിൽ വെളിച്ചമില്ലല്ലോ. അതിലൊറ്റയ്ക്ക് ഒരാളിരുന്ന് പോകുന്ന സേഫ്റ്റി പ്രോബ്ലംസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ നാട് അത്ര സേഫ് അല്ലാത്തതുകൊണ്ടേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയല്ലേ പോകുന്നത്. ഈ ലൈറ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ലൈറ്റ് ഇടാലോ. ഇടാം, വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ എത്രയോ നല്ല ഇതിൽ കൊണ്ടുപോകാറ് ചെയ്യാത്തതാണ്. ഇപ്പം ഗാർഡായിട്ടുള്ള ഇത് പോകുമ്പം സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒന്നും നല്ല രീതിയിലില്ല. വെറുതെ ഇങ്ങനെ ഒരു ദ്വാരം മാത്രമാണ്. അപ്പോൾ പലപ്പോഴും നമ്മളോടൊക്കെ ഒരു ലേഡിയാണ് ഗാർഡായിട്ട് വരുന്നത്, ഒരു സ്റ്റേഷനിലൊന്ന് നിർത്തിത്തരണം എന്ന് പറയുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താവശ്യത്തിനാണെന്ന്. നമ്മൾ പക്ഷേ അതൊക്കെ
പിന്നെ ഒറ്റയ്ക്ക് ഇതിലിരുന്ന് പോകുന്നതിൻ്റെ ഒരു റിസ്ക് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കൺട്രോളറായിട്ട് സ്റ്റേഷൻ മാസ്റ്ററോ ഗാർഡോ യാർഡ് മാസ്റ്ററോ ജോലി ചെയ്തിരുന്നവർ അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്സ് ആയിട്ട് വരുന്ന അങ്ങനത്തെ ആളുകൾ മാത്രമേ അതിലേക്ക് വരുള്ളൂ. അപ്പോൾ അതിൽ ആളുകളില്ലാത്തതുകൊണ്ടാണ് കൺട്രോളിൽ ആളില്ലാത്തത്. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്റേഴ്സായിട്ട് സ്ത്രീകളുണ്ട്. അപ്പം അതിന്ന് ചിലർ ഇത് ഓപ്റ്റ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ അധികം ഇത് സ്ത്രീകൾ ഓപ്റ്റ് ചെയ്യുന്നില്ല, ഇതിൽ വരാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റേഷൻ മാസ്റ്റർ പിന്നെയാവാം, ഇത് ഇതേപോലെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളതായതുകൊണ്ട് റിസ്ക്കിയാണ്. പിന്നെ ഇതിനൊക്കെ നമ്മൾ ആൻസറബിളാണ്. അപ്പോൾ പൊതുവെ അനാവശ്യമായിട്ടുള്ള റിസ്ക് വേണ്ട. ഇപ്പോൾ സമാധാനമായിട്ട് പോകണം എന്നുള്ള ഉദ്ദേശിക്കുന്നവർ ഓപ്റ്റ് ചെയ്യില്ല. എത്ര കാലം ഉണ്ടായിരുന്നു കൺട്രോളറായിട്ട്? ഞാൻ ആ കൺട്രോൾ കാഡറിൽ 20 വർഷം ഉണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പോൾ 95 ഞാൻ കൺട്രോളറാകും. 95 മുതൽ ഏകദേശം ഒരു 4-5 വർഷത്തോളം കൺട്രോളർ എന്നുള്ള ജോലി തന്നെയായിരുന്നു. അതിനുശേഷം അടുത്ത പ്രൊമോഷൻ വരുന്നു, ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ. അത് 2000-ലാണ് അടുത്തൊരു പ്രൊമോഷനാണ്. പിന്നെ 2006 ചീഫ് കൺട്രോളർ ആവും. പിന്നെ ചീഫ് കൺട്രോളറായിട്ടാണ് ഞാൻ റിട്ടയർ ആവും. അപ്പം ഇതിൽ ആ 2 സ്റ്റെപ്പാണ് ഇതിൽ. ഈ കൺട്രോൾ കാഡറിൻ്റെ ഒരു ആകർഷണം അതിലേക്ക് വരുന്നതിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതുവരെ ചെയ്തിരുന്ന മറ്റ് ജോബിലുള്ളതിനേക്കാൾ ഉയർന്ന സ്കെയിലിൽ നമുക്ക് സാലറി കിട്ടും. കുറേയും കൂടെ ഒരു ഉത്തരവാദിത്തങ്ങളുള്ള പോലെ തന്നെ ചെറിയ തോതിൽ കുറച്ചൊരു പവർഫുള്ളാണ് തോന്നും. നമുക്ക് ഇത്തിരി റെസ്പോൺസിബിലിറ്റി എക്സ്ട്രാ വരുന്നതിൻ്റെ ടെൻഷൻ ഉണ്ടാവും. അപ്പം പിന്നെ റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് എവിടെയും പോകണ്ട. നമ്മുടെ ജോലി സാധാരണ നിലയ്ക്ക് വലിയ ട്രാൻസ്ഫർ ഒന്നും വരില്ല, അപൂർവമായിട്ട് ട്രാൻസ്ഫർ വരും. എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സ്ഥലത്ത് വിദഗ്ധനായിട്ടുള്ള ഒരാളെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. മറ്റ് ജോലി പോലെയല്ലേ, ആ സ്ഥലത്ത് ഇയാൾ ഇതൊക്കെ പഠിച്ചു വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ തന്നെ ഉപയോഗിക്കുന്നതാണ് അഡ്മിനിസ്ട്രേഷന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നോർമലായിട്ട് അവിടുന്ന് ഡിസ്റ്റർബ് ചെയ്യാറില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ ഈ ആദ്യത്തെ ഒരു 4-5 കൊല്ലം കൊണ്ട് ഈ പാലക്കാട് ഡിവിഷൻ കംപ്ലീറ്റ് അതിൻ്റെ ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് ഞാൻ അടുത്തൊരു ഇതിലേക്ക് പോകുന്നു. നേരെ ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ആയിട്ടില്ല, അതിന് മുമ്പേ തന്നെ ടൈം ടേബിൾ കൺട്രോളർ എന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റുണ്ട്.